അസിസ്റ്റന്റ് ഡയറക്ടർ ഇൻഡസ്ട്രീസ് ആൻഡ് കൊമേഴ്സ് പരീക്ഷ 2024 ഒക്ടോബർ 30 നടക്കാനിരിക്കുകയാണ്. ഇനിയും പ്രിപ്പറേഷൻ തുടങ്ങാത്തവർക്ക് സമൃദ്ധിയുടെ പ്രതീകമായ ഈ ചിങ്ങമാസത്തിൽ തന്നെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്താലോ? അതിനായി ടെക് PSC ഒരുക്കുന്നു അസിസ്റ്റന്റ് ഡയറക്ടർ ഇൻഡസ്ട്രീസ് ആൻഡ് കൊമേഴ്സ് തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസുകൾ. ടെക്നിക്കൽ പരീക്ഷാ രംഗത്ത് മുൻവർഷങ്ങളിലെ വിജയികളെ സമ്മാനിച്ചിട്ടുള്ള കേരളത്തിലെ തന്നെ വിദഗ്ധരും പരിചയസമ്പന്നരുമായ ഫാക്കൽറ്റി ടീം നയിക്കുന്ന തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസുകൾ. ഫുൾ സിലബസ് ബേസ്ഡ് ലൈവ് ക്ലാസുകളും റെക്കോർഡ് ക്ലാസുകളും. ഫുൾ സിലബസ് ബേസ്ഡ് ക്യാപ്സ്യൂൾ നോട്ട്സ് ആൻഡ് അതർ സ്റ്റഡി മെറ്റീരിയൽസ് ഇൻ PDF ഫോർമാറ്റ്. 5000-ലധികം ടോപ്പിക് വൈസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ. 20ഓളം ഫീഡ്ബാക്കോട് കൂടിയ PSC മോഡൽ മോക്ക് ടെസ്റ്റുകൾ, ലൈവ് ഇൻട്രാക്ഷൻസ്, ഡൗട്ട് ക്ലിയറൻസ് ആൻഡ് മെന്റർഷിപ്പ്, ഇന്റർവ്യൂ ഗൈഡൻസ് എന്നിവ അടങ്ങിയ ഈ ഒരു പാക്കേജ് നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഉദ്യോഗാർത്ഥികൾക്ക് മറ്റൊരു സന്തോഷ വാർത്തയും കൂടി. ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും ഈ പൊന്നിൻ ചിങ്ങമാസത്തിൽ ടെക് PSCയുടെ ഓഫർ പ്രൈസിലൂടെ ടെക് PSC സബ്സ്ക്രൈബേഴ്സിന് ഈ ഒരു കോഴ്സ് സ്വന്തമാക്കാം വെറും 2999 രൂപയ്ക്ക്. ഹലോ ഫ്രണ്ട്സ്, ഈ വീഡിയോയിൽ നമ്മൾ ഗ്ലാസ് എന്ന ടോപ്പിക്കിലെ കുറച്ച് റീസെൻ്റ് ആയിട്ടുള്ള എക്സാംസിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ: സോഡ ലൈം ഗ്ലാസ് ഇസ് ഓൾസോ നോൺ ആസ് ഹാർഡ് ഗ്ലാസ്, സോഫ്റ്റ് ഗ്ലാസ്, പൊട്ടാഷ് ഗ്ലാസ്, ലെഡ് ഗ്ലാസ്. അപ്പോൾ നമുക്ക് പഠിക്കാനുള്ള ടൈപ്സ് ഓഫ് ഗ്ലാസ്സിൽ ഒന്നായിരുന്നു ഈ സോഡ ലൈം ഗ്ലാസ്. സോഡ ലൈം ഗ്ലാസ്സിനെ സോഫ്റ്റ് ഗ്ലാസ് എന്നാണ് വിളിക്കുന്നത്. കാരണം വളരെ ചെറിയ ടെമ്പറേച്ചേഴ്സിൽ തന്നെ ഇതിനെ മെൽറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും. അതായത് ടെമ്പറേച്ചർ റെസിസ്റ്റൻസ് കുറവാണ് സോഡ ലൈം ഗ്ലാസ്സിന് കമ്പാരിറ്റീവ്ലി. അതുകൊണ്ടാണ് ഇതിനെ സോഫ്റ്റ് ഗ്ലാസ് എന്ന് വിളിക്കുന്നത്. നമ്മൾ സോഡ ലൈം ഗ്ലാസിൻ്റെ കോമ്പോസിഷൻ നോക്കുകയാണെങ്കിൽ ഇതിൽ കൂടുതലും വരുന്നത് ലൈം, സോഡ, സിലിക്ക, അലൂമിനിയം ഇവയെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ബേൺ ചെയ്ത് ഫ്യൂസ് ചെയ്തെടുക്കുമ്പോഴാണ് നമുക്ക് ഈ സോഡ ലൈം ഗ്ലാസ് കിട്ടുന്നത്. ഇതിന് മറ്റൊരു പേര് കമേഴ്ഷ്യൽ ഗ്ലാസ് എന്നുകൂടാണ്. സോഡ ലൈം ഗ്ലാസിനെ സോഫ്റ്റ് ഗ്ലാസ് കൂടാതെ കമേഴ്ഷ്യൽ ഗ്ലാസ് എന്നും വിളിക്കാറുണ്ട്. കാരണം 90% മാനുഫാക്ചർ ചെയ്യുന്ന ഗ്ലാസും ഈ സോഡ ലൈം ഗ്ലാസ് ആണ്. നമ്മൾ സാധാരണ മെറ്റീരിയൽസ് സ്റ്റോർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ബോട്ടിൽസ്, ഫ്രൂട്ട് ജ്യൂസിനുള്ള ബോട്ടിൽസ്, ഇതെല്ലാം മാനുഫാക്ചർ ചെയ്യുന്നത് ഈ സോഡ ലൈം ഗ്ലാസ് ആണ്. ഇനി ഇറ്റ് ഈസ് ഈസിലി ഫ്യൂസിബിൾ അറ്റ് ലോ ടെമ്പറേച്ചേഴ്സ്, യൂസ്ഡ് ഇൻ വിൻഡോ പെയിൻറ്റ്സ്, പിപ്പറ്റ്സ്, ബ്യൂററ്റ്സ് എക്സെട്ര. ഇപ്പോൾ ലാബ് എക്യുപ്മെൻറ്റ്സിൽ നമ്മൾ ഗ്ലാസ് വെച്ച് യൂസ് ചെയ്യുന്ന അപ്പാരറ്റസ് ഉണ്ടല്ലോ, അതായത് ഹീറ്റ് ചെയ്യേണ്ടാത്ത അപ്പാരറ്റസ്, ഗ്ലാസ് അപ്പാരറ്റസ് നമ്മൾ ഈ സോഡ ലൈം ഗ്ലാസ് യൂസ് ചെയ്തിട്ടാണ് മാനുഫാക്ചർ ചെയ്യുന്നത്. അതേപോലെ നമ്മുടെ ജനലിൽ യൂസ് ചെയ്യുന്ന വിൻഡോ പെയിൻറ്റ്സ് ഇതെല്ലാം സോഡ ലൈം ഗ്ലാസ് ആണ്. അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ബി, സോഫ്റ്റ് ഗ്ലാസ്. Soda lime glass is a mixture of copper silicate and potassium silicate, sodium silicate and calcium silicate, aluminum silicate and potassium silicate, magnesium silicate and potassium silicate. നമ്മളിപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. സോഡ ലൈം ഗ്ലാസ് നമ്മൾ മെയിൻലി ഇതിൻ്റെ കോമ്പോസിഷൻ പറയുവാണെങ്കിൽ വി ക്യാൻ ഡിസ്ക്രൈബ് ഇറ്റ് ആസ് മിക്സ്ചർ ഓഫ് സോഡിയം സിലിക്കേറ്റ് ആൻഡ് കാൽഷ്യം സിലിക്കേറ്റ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി. Consider the following statements related to glass. The addition of lime makes the glass fluid and suitable for blowing. Excess of soda increases the safety. Silica is used in the form of pure quartz. Which of the above statements are correct? അപ്പോൾ ഇവർ പറയുന്നത് ഓപ്ഷൻസിൽ വന്നിരിക്കുന്ന എല്ലാം നമ്മൾ ഗ്ലാസിൻ്റെ മാനുഫാക്ചറിങ് പ്രോസസ്സിൽ ആഡ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് അത് കൂടിപ്പോയാൽ അല്ലെങ്കിൽ കുറഞ്ഞു പോയാലുള്ള വ്യത്യാസം, അതിനെക്കുറിച്ചാണ് ഇവിടെ ഓപ്ഷൻസിൽ തന്നിരിക്കുന്നത്. അപ്പോൾ മെയിനായിട്ട് ഗ്ലാസിൻ്റെ മാനുഫാക്ചറിങ്ങിന് നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസും അതിൻ്റെ പ്രോപ്പർട്ടീസും നമുക്കൊന്ന് നോക്കാം. ഏറ്റവും മേജർ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് സിലിക്കയാണ്. സിലിക്കയാണ് ഗ്ലാസിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. സിലിക്ക ഈസ് യൂസ്ഡ് ഇൻ ദ ഫോം ഓഫ് പ്യുവർ ക്വാർട്സ്, ക്രഷ്ഡ് സാൻഡ്സ്റ്റോൺ ഓർ പൾവറൈസ്ഡ് ഫ്ലിൻറ്റ്. ഫ്ലിൻറ്റ് എന്ന് പറയുന്നത് സിലിക്ക ന്യൂഡ്യൂൾസ് ആണ്. അതായത് ചെറിയ പെബിൾസ് പോലെ സിലിക്ക നാച്ചുറലി എക്സിസ്റ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഫ്ലിൻറ്റ് സ്റ്റോൺസ് എന്നൊക്കെ വിളിക്കുന്നത്. അപ്പോൾ ഈ ഇങ്ങനെ നമ്മൾ ഗ്ലാസിൻ്റെ മാനുഫാക്ചറിങ്ങിനായിട്ട് നമ്മൾ കഴിവതും പ്യുവർ ആയിട്ടുള്ള ക്വാർട്സിൻ്റെ തന്നെ പ്യുവർ ഫോമാണ് നമ്മൾ കൂടുതലും യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ക്രഷ്ഡ് സാൻഡ്സ്റ്റോൺ അല്ലെങ്കിൽ ഇതേപോലെ പറഞ്ഞ ഫ്ലിൻറ്റ് ന്യൂഡ്യൂൾസിനെ പൾവറൈസ് ചെയ്ത്, അതായത് പൗഡർ ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാം. ഇനി അടുത്തത് ലൈം. ലൈം ഇസ് യൂസ്ഡ് ഇൻ ദ ഫോം ഓഫ് ലൈം സ്റ്റോൺ, ചോക്ക് ഓർ പ്യുവർ മാർബിൾ. Addition of lime makes the glass fluid and suitable for blowing, drawing, rolling, pressing or spinning. Excess of lime makes the molten mass too thin for fabrication.
അപ്പോൾ ഇവിടെ ലൈം നമ്മൾ ആഡ് ചെയ്യുന്നത് ഗ്ലാസ്സിനെ നമ്മൾ മെൽറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ഫ്ലൂയിഡിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇങ്ങനെ ഫ്ലൂയിഡിറ്റി ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടാണ് നമുക്ക് ഈ ഗ്ലാസിൻ്റെ പല ഷേപ്പിംഗ് പ്രോസസ്സ് ഉണ്ടല്ലോ. ഗ്ലാസ്സിനിപ്പം അതിൻ്റെ ഷേപ്പ് പ്രൊവൈഡ് ചെയ്യുന്ന പ്രോസസ്സുകളാണ് ഈ ബ്ലോയിങ്, ഡ്രോയിങ്, റോളിങ്, പ്രസ്സിങ് ഒക്കെ. അപ്പോൾ ഇങ്ങനത്തെ പ്രോസസ്സൊക്കെ ചെയ്യണമെങ്കിൽ അതിനൊരു ഫ്ലൂയിഡിറ്റി വേണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ലൈം ആഡ് ചെയ്യുന്നത്. ഇനി എക്സസ് ലൈം ആകുവാണെങ്കിൽ ഗ്ലാസ് ഒരുപാട് തിന്നായി പോവുകയും ചെയ്യും. അപ്പോൾ നമുക്കതിന് ഷേപ്പ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ തന്നെ ഒരുപാടങ്ങ് ലൂസായി പോകും. അടുത്തത് സോഡ. സോഡ ആക്ട്സ് ആസ് ആൻ ആക്സിലറേറ്റർ ഫോർ ദ ഫ്യൂഷൻ ഓഫ് ഗ്ലാസ് ആൻഡ് ആൻ എക്സസ് ഓഫ് ഇറ്റ് ഇസ് ഹാംഫുൾ. സോഡ നമ്മൾ ആഡ് ചെയ്യുന്നത് ഒരുപാട് എക്സസ് ആയി പോവുകയാണെങ്കിൽ അത് ഗ്ലാസിൻ്റെ സ്ട്രെങ്ത്തിനെ തന്നെ അഫക്റ്റ് ചെയ്യുന്ന രീതിയിൽ ഒരുപാട് ഹാംഫുൾ ആയി പോകും. നമ്മൾ ആഡ് ചെയ്യുന്നത് എന്തിനാണ്? ഇറ്റ് ആക്ട്സ് ആസ് എൻ ആക്സിലറേറ്റർ ഫോർ ദ ഫ്യൂഷൻ ഓഫ് ഗ്ലാസ്. അതായത് ഫ്ലക്സ് പോലെ ആക്ട് ചെയ്ത് ഗ്ലാസിനെ പെട്ടെന്ന് മെൽറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സോഡ ആക്ട് ചെയ്യുന്നത്. പൊട്ടാഷ് റെൻഡേഴ്സ് ഗ്ലാസ് ഇൻഫ്യൂസിബിൾ ആൻഡ് മേക്സ് ഗ്ലാസ് ഫയർ റെസിസ്റ്റൻസ്. ഗ്ലാസിന് അതിൻ്റെ ആ ടെമ്പറേച്ചർ റെസിസ്റ്റൻസ് പ്രോപ്പർട്ടി പ്രൊവൈഡ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻ്റ് ആണ് പൊട്ടാഷ്. അടുത്തത് ലെഡ് ഓക്സൈഡ്. ഗ്ലാസ്സിന് അതിൻ്റെ ആ ഒരു ലസ്റ്റർ ഉണ്ടല്ലോ, ആ ഒരു ഷൈനിങ്, എനിക്ക് ബ്രൈറ്റ്നസ്, ഇതൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻ്റ് ആണ് ലെഡ് ഓക്സൈഡ്. ലെഡ് ഓക്സൈഡ് imparts color, brightness and shine. When 15 to 30% of it is added to substitute lime, it lowers the melting point, imparts good workability, while its transparency is lost with the glass becoming brittle and crystalline. ഇപ്പോൾ ഈ ലെഡ് ഒരുപാട് എക്സീഡ് ചെയ്യുവാണെങ്കിലും ഗ്ലാസ്സിന് അതിൻ്റെ ട്രാൻസ്പെറൻസി നഷ്ടപ്പെടും എന്നാണ് പറയുന്നത്. അവസാനത്തേതാണ് കള്ളറ്റ്സ്. കള്ളറ്റ്സ് എന്ന് പറയുന്നത് ബ്രോക്കൺ പീസസ് ഓഫ് ഗ്ലാസ് ആണ്. ഇപ്പോൾ നമ്മൾ ഗ്ലാസ് മാനുഫാക്ചർ ചെയ്യുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ, ഇൻഗ്രീഡിയൻസിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ബ്രോക്കൺ പീസ് കൂടെ ആഡ് ചെയ്യും. ഇതെന്തിനാണ് ആഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു ഫ്ലക്സ് ആയിട്ട് ആക്ട് ചെയ്യും. അതായത് ഗ്ലാസിൻ്റെ മെൽറ്റിംഗ് ടെമ്പറേച്ചറിനെ താഴ്ത്തി കൊണ്ടുവരാൻ ഈ ബ്രോക്കൺ പീസസ് ഇടുന്നത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കളറ്റ്സ് ആർ ബ്രോക്കൺ ഗ്ലാസസ് ആഡഡ് ടു ആക്ട് ആസ് എ ഫ്ലക്സ് ഡ്യൂറിംഗ് ദ പ്രോസസ് ഓഫ് ഫോമിംഗ് ഗ്ലാസ്. ഹവെവർ, ഫ്ലക്സ് may reduce the resistance of glass to chemical attack, rendering it water soluble or make it subject to partial or complete devitrification on cooling. ഇപ്പോൾ വിട്രിഫിക്കേഷൻ എന്നൊരു ടേം നമ്മൾ ന്യൂക്ലിയർ എനർജി പഠിച്ചപ്പോൾ അവിടെ ഡിസ്കസ് ചെയ്തായിരുന്നു. ന്യൂക്ലിയർ എനർജിയിൽ നമ്മൾ ന്യൂക്ലിയർ വേസ്റ്റ് നമ്മൾ ഇന്ത്യയിൽ ഡിസ്പോസ് ചെയ്യുമ്പോൾ അതിൽ ന്യൂക്ലിയർ വേസ്റ്റിനെ വിട്രിഫൈ ചെയ്തിട്ട്, അതായത് ഗ്ലാസ് ലൈക്ക് ഫോമിലേക്ക് മാറ്റിയിട്ട് സ്റ്റോർ ചെയ്യുന്നു എന്ന് നമ്മൾ പഠിച്ചതാണ്. ഇപ്പോൾ വിട്രിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ ആ സ്ട്രക്ചർ നഷ്ടപ്പെടുന്നു. ഗ്ലാസ് ഒരു അമോർഫസ് സ്ട്രക്ചറാണ് ഗ്ലാസ്സിനുള്ളത്, ക്രിസ്റ്റലൈൻ സ്ട്രക്ചർ അല്ല. ക്രിസ്റ്റലൈൻ സ്ട്രക്ചറിലേക്ക് മാറുമ്പോൾ വിട്രിഫിക്കേഷൻ, അതായത് ഗ്ലാസിൻ്റെ ഫോം അമോർഫസിൽ നിന്ന് മാറി ക്രിസ്റ്റലൈനിലേക്ക് മാറുന്നതാണ് ഈ വിട്രിഫിക്കേഷൻ എന്ന പ്രോസസ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കളറ്റ്സ് എക്സസ് ആയി പോവുകയാണെങ്കിലുള്ള ഡിഫക്റ്റാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഓപ്ഷൻസ് ഒന്നുകൂടെ ഒന്ന് ചെക്ക് ചെയ്യാമായിരുന്നു. ദ അഡീഷൻ ഓഫ് ലൈം മേക്സ് ദ ഗ്ലാസ് ഫ്ലൂയിഡ് ആൻഡ് സ്യൂട്ടബിൾ ഫോർ ബ്ലോയിങ്. അത് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ലൈം ആഡ് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് അതിൻ്റെ ആ ഷേപ്പിംഗ് പ്രോസസ്സിലേക്ക് എല്ലാം സ്യൂട്ടബിൾ ആവുന്ന രീതിയിൽ അതിനെ ഫ്ലൂയിഡ് ആക്കാൻ ഹെൽപ്പ് ചെയ്യുന്നു. എക്സസ് ഓഫ് സോഡ ഇൻക്രീസസ് ദ സേഫ്റ്റി. അത് തെറ്റായിരുന്നു. സോഡ എക്സസ് ആകും തോറും അത് ഗ്ലാസ്സിന് ഹാംഫുൾ ആണ് എന്ന് പറഞ്ഞതാണ്. സിലിക്ക ഇസ് യൂസ്ഡ് ഇൻ ദ ഫോം ഓഫ് പ്യുവർ ക്വാർട്സ്. അതും കറക്റ്റാണ്. അപ്പോൾ ഇവിടെ തെറ്റായിട്ട് വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് റിലേറ്റഡ് ടു ഗ്ലാസ് ആർ കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിലൂടെ കറക്റ്റ് ആയിട്ടുള്ളത് ഓപ്ഷൻസ് 1 and 3 മാത്രമാണ്. സ്റ്റേറ്റ്മെൻറ്റ്സ് 1 and 3 മാത്രമാണ്. അപ്പോൾ കറക്റ്റ് ആൻസർ വരുന്ന ഓപ്ഷൻ ഡി ആണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. കാരണം സോഡ എക്സീഡ് ചെയ്യുന്നതനുസരിച്ച് ഗ്ലാസ്സിന് അത് ഹാംഫുൾ ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. ഡാഷ് ഇസ് യൂസ് ടു ഇൻഡിക്കേറ്റ് പീസസ് ഓഫ് ബ്രോക്കൺ ഗ്ലാസ് ഓർ വേസ്റ്റ് ഗ്ലാസ്. ഇത് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തതാണ്. കള്ളറ്റ്സ് എന്നാണ് ബ്രോക്കൺ ഗ്ലാസ്സിനെ വിളിക്കുന്നത്. ഈ കള്ളറ്റ്സ് നമ്മൾ മാനുഫാക്ചറിങ് പ്രോസസ്സിൽ ആഡ് ചെയ്യുന്നത് ഗ്ലാസിൻ്റെ മെൽറ്റിംഗ് ടെമ്പറേച്ചർ താഴ്ത്തി കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. Which of the following substance is not used as a decolorizer in the manufacturing of glass? Potassium carbonate, antimony oxide, cobalt oxide, manganese dioxide. ഗ്ലാസിൻ്റെ മാനുഫാക്ചറിങ്ങിൽ അതിനെ കളർ വരാതിരിക്കാൻ, അതായത് നമ്മൾ ആഡ് ചെയ്ത ഇൻഗ്രീഡിയൻസ് കാരണം ഗ്ലാസ്സിനൊരു കളർ വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ആഡ് ചെയ്യുന്ന കെമിക്കൽസിനെയാണ് ഡീകളറൈസേഴ്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇതിൽ ഡീകളറൈസേഴ്സ് ആയിട്ട് ആഡ് ചെയ്യുന്നത് ഈ 3 എണ്ണമാണ്. ഓപ്ഷൻ ബി, സി, ഡി. ആൻറ്റിമണി ഓക്സൈഡ്, കൊബാൾട്ട് ഓക്സൈഡ്, മാംഗനീസ് ഡയോക്സൈഡ് ഒക്കെയാണ് നമ്മൾ ഡീകളറൈസേഴ്സ് ആയിട്ട് ആഡ് ചെയ്യുന്നത്. ഇപ്പോൾ ആദ്യത്തെ ഓപ്ഷനിൽ വന്ന പൊട്ടാഷ്യം കാർബണേറ്റ് നമ്മൾ ശരിക്കും ഒരു ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് ആഡ് ചെയ്തതാണ് ഫോർ പൊട്ടാഷ് ലൈം ഗ്ലാസ്. പൊട്ടാഷ് ലൈം ഗ്ലാസ് എന്ന് പറഞ്ഞൊരു ടൈപ്പ് ഓഫ് ഗ്ലാസ് ഉണ്ട്. അത് നമ്മുടെ സിലബസിൽ സ്പെസിഫൈഡ് അല്ല. അപ്പോൾ ഈ പൊട്ടാഷ് ലൈം ഗ്ലാസിൻ്റെ മാനുഫാക്ചറിങ്ങിൽ ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് ആഡ് ചെയ്യുന്നതാണ് ഈ പൊട്ടാഷ്യം കാർബണേറ്റ്. അതൊരു ഡീകളറൈസർ അല്ല. ബാക്കി തന്നിരിക്കുന്ന ഓപ്ഷൻസാണ് ഡീകളറൈസേഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ കറക്റ്റ് ആൻസർ വിൽ ബി ഓപ്ഷൻ എ, പൊട്ടാഷ്യം കാർബണേറ്റ്.
വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ആഡഡ് ടു ഗ്ലാസ് ഇൻ ഓർഡർ ടു മേക്ക് ഇറ്റ്സ് കളർ ഗ്രീൻ? ഓക്കെ, അപ്പോൾ കളേർഡ് ഗ്ലാസ് അല്ലെങ്കിൽ ടിൻറ്റഡ് ഗ്ലാസ് നമ്മുടെ സിലബസിൽ സ്പെസിഫൈഡ് ആയിരുന്നു. അപ്പോൾ അതിൽ ഏത് ടൈപ്പ് അയോൺസ് ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഓരോ പർട്ടിക്കുലർ കളേഴ്സ് ഗ്ലാസ്സിന് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത് എന്നത് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇവിടെ ഗ്രീൻ കളറിൻ്റെയാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസിൽ കൊബാൾട്ട് ഓക്സൈഡ്, മാംഗനീസ് ഡയോക്സൈഡ്, സോഡിയം ഓക്സൈഡ്, ക്രോമിയം. അപ്പോൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കളറിങ് അയോൺസും അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന കളർ നമുക്കൊന്ന് നോക്കാം. അയൺ ഓക്സൈഡ് നമ്മൾ ആഡ് ചെയ്യുന്നത് ഗ്രീൻ കളർ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സൾഫർ ബ്ലൂ കളർ ഗ്ലാസ്സിന് പ്രൊവൈഡ് ചെയ്യും. മാംഗനീസ് ഡയോക്സൈഡ് വയലറ്റ് കളർ പ്രൊഡ്യൂസ് ചെയ്യാനും അതേപോലെ ബ്ലാക്ക് കളർ പ്രൊഡ്യൂസ് ചെയ്യാനും ആഡ് ചെയ്യുന്നുണ്ട്. കൊബാൾട്ട് ബ്ലൂ കളറാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ക്രോമിയം ഡാർക്ക് ഗ്രീൻ കളർ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ടൈറ്റാനിയം ഒരു യെല്ലോയിഷ് ബ്രൗൺ കളറാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇനി യെല്ലോ കളർ പ്രൊഡ്യൂസ് ചെയ്യാൻ യുറാനിയമാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യന് ചോദിച്ചിരുന്നത് ഗ്രീൻ കളറിനായിരുന്നു. അപ്പോൾ ഗ്രീൻ കളറിന് നമ്മൾ ആഡ് ചെയ്യുന്നത് ക്രോമിയം അയോൺസ് ആണ്. അപ്പോൾ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ഡി, ക്രോമിയം. Alternate layers of dash plastic is present in bulletproof glass. Styrene, vinyl resin, methyl methacrylate, alkyl. ഓക്കെ, നമുക്ക് ബുള്ളറ്റ് പ്രൂഫ് ഗ്ലാസ് നമുക്ക് സിലബസിൽ സ്പെസിഫൈഡ് ആയിരുന്നു. അപ്പോൾ ഈ ബുള്ളറ്റ് പ്രൂഫ് ഗ്ലാസ്സിന് നമ്മൾ മാനുഫാക്ചർ ചെയ്യാൻ നേരം ഗ്ലാസിൻ്റെ തിൻ ഷീറ്റ്സിന് ഇടയ്ക്കായിട്ട് നമ്മൾ വിനൈൽ റെസിനാണ് ആഡ് ചെയ്യുന്നത്. ഒന്നുകിൽ വിനൈൽ റെസിൻ അല്ലെങ്കിൽ PVC-യുടെ ഷീറ്റ്സ് പ്രൊവൈഡ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഗ്ലാസ്സിനെ ബുള്ളറ്റ് പ്രൂഫായിട്ട് മാനുഫാക്ചർ ചെയ്യുന്നത്. അപ്പോൾ ദ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ബി, വിനൈൽ റെസിൻ. Statement 1. Glass used as sheets in buildings is a crystalline solid and is transparent. Glass is obtained by the fusion of silicates of sodium and calcium, both of which are crystalline in structure. Both statement 1 and statement 2 are individually true, and statement 2 is the correct explanation of statement 1. Both the statements are individually true, but statement 2 is not the correct explanation of statement 1. Statement 1 is true, but 2 is false, and 1 is false, but 2 is true. അപ്പോൾ നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ്സ് തന്നിരിക്കുന്നത് ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റിൽ ഗ്ലാസ് യൂസ്ഡ് ആസ് ഷീറ്റ്സ് ഇൻ ബിൽഡിംഗ് ഇസ് എ ക്രിസ്റ്റലൈൻ സോളിഡ് ആൻഡ് ഇറ്റ്സ് ട്രാൻസ്പെറൻറ്റ് എന്നാണ്. അപ്പോൾ ഗ്ലാസ് നമുക്ക് ട്രാൻസ്പെറൻ്റ് ആയിട്ട് മാനുഫാക്ചർ ചെയ്യാം. പക്ഷേ ഇതിൽ ക്രിസ്റ്റലൈൻ സോളിഡ് എന്ന് പറയുന്നുണ്ട്. ഗ്ലാസ് ക്രിസ്റ്റലൈൻ അല്ല, ഗ്ലാസ് ഒരു അമോർഫസ് സോളിഡാണ്. അപ്പോൾ അത് നമ്മൾ ഗ്ലാസിൻ്റെ ബേസിക് സ്ട്രക്ചർ മൈക്രോസ്കോപ്പിക് ലെവലിൽ അതിൻ്റെ സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ ഒരു ഡെഫിനിറ്റ് ആയിട്ടുള്ള ക്രിസ്റ്റൽ സ്ട്രക്ചർ ഉള്ളതിനെയാണ് നമ്മൾ ക്രിസ്റ്റലൈൻ സോളിഡ്സ് എന്ന് പറയുന്നത്. പക്ഷേ ഗ്ലാസിന് അങ്ങനെ ഒരു ഡെഫിനിറ്റ് ആയിട്ടുള്ളൊരു സ്ട്രക്ചർ അല്ല. ഗ്ലാസ് ഒരു അമോർഫസ് സ്ട്രക്ചറാണ് ഗ്ലാസിൻ്റെ മൈക്രോസ്കോപ്പിക് ലെവലിൽ നമ്മൾ സ്റ്റഡി ചെയ്യുവാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ അതുകൊണ്ട് ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റിൽ ഗ്ലാസ് ഇസ് ഒബ്റ്റെയിൻഡ് ബൈ ദ ഫ്യൂഷൻ ഓഫ് സിലിക്കേറ്റ്സ് ഓഫ് സോഡിയം ആൻഡ് കാൽഷ്യം, ബോത്ത് ഓഫ് വിച്ച് ആർ ക്രിസ്റ്റലൈൻ ഇൻ സ്ട്രക്ചർ. അത് ശരിയാണ്. നമ്മൾ സോഡിയം സിലിക്കേറ്റ്സും കാൽഷ്യം സിലിക്കേറ്റ്സും കമ്പൈൻ ചെയ്താണ് ഗ്ലാസ് മാനുഫാക്ചർ ചെയ്യുന്നത്. പക്ഷേ പ്രത്യേകം നമ്മൾ ഈ സോഡിയം സിലിക്കേറ്റിൻ്റെയും കാൽഷ്യം സിലിക്കേറ്റിൻ്റെയും സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ അത് ക്രിസ്റ്റലൈൻ ആണ്. പക്ഷേ ഇത് വെച്ച് മാനുഫാക്ചർ ചെയ്യുന്ന ഗ്ലാസ്സിന് ഒരു ക്രിസ്റ്റലൈൻ സ്ട്രക്ചർ അല്ല, ഒരു അമോർഫസ് സ്ട്രക്ചറാണ്. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് 2 ഇസ് ട്രൂ, ബട്ട് സ്റ്റേറ്റ്മെൻറ്റ് 1 ഇസ് ഫോൾസ് ആണ് കറക്റ്റായിട്ട് വരുന്നത്. എന്നാൽ സ്റ്റേറ്റ്മെൻറ്റ് 2 1ൻ്റെ ഒരു എക്സ്പ്ലനേഷനോ അല്ലെങ്കിൽ 1 സ്റ്റേറ്റ്മെൻറ്റ് 2ൻ്റെ ഒരു എക്സ്പ്ലനേഷനോ അല്ല. അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ വരാൻ പോകുന്നത് ഓപ്ഷൻ ഡി ആണ്. സ്റ്റേറ്റ്മെൻറ്റ് 1 ഇസ് ഫോൾസ്, ബട്ട് 2 ഇസ് ട്രൂ. Which of the following types of glass is most suitable for making lab equipments and cooking utensils? Borosilicate glass, lead glass, soda ash glass, tint glass. ഇവിടെ നമുക്ക് ലാബ് അപ്പാരറ്റസ് മാനുഫാക്ചർ ചെയ്യുന്ന അതേപോലെ കുക്കിംഗ് യൂട്ടൻസിൽസ്, അതായത് ടെമ്പറേച്ചർ റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള യൂട്ടൻസിൽസ് നമ്മൾ മാനുഫാക്ചർ ചെയ്യാനായിട്ട് നമ്മൾ ബോറോസിലിക്കേറ്റ് ഗ്ലാസ് ആണ് യൂസ് ചെയ്യുന്നത്. ഈ ബോറോസിലിക്കേറ്റ് ഗ്ലാസിൻ്റെ ഒരു കമേഴ്ഷ്യൽ നെയിം അല്ലെങ്കിൽ ട്രേഡ് നെയിമാണ് പൈറക്സ് എന്ന് വിളിക്കുന്നത്. നമ്മൾ ഹൈ ഹീറ്റ് റെസിസ്റ്റൻസ് ഉള്ളതുകൊണ്ട് തന്നെ ഇതിനെ നമുക്ക് ഈ ലാബിലൊക്കെ ഹീറ്റ് ചെയ്യേണ്ട അപ്പാരറ്റസ് ആയിട്ട് അതേപോലെ കുക്കിംഗ് യൂട്ടൻസിൽസ് ആയിട്ടൊക്കെ ഈ ഗ്ലാസ് വെച്ച് നമുക്ക് അപ്പാരറ്റസ് മാനുഫാക്ചർ ചെയ്യാം. ഇറ്റ് ഈസ് എ മിക്സ്ചർ ഓഫ് 70 to 80% silica, 7 to 13% boric acid, some aluminum oxides and alkalis. Good chemical stability ഉണ്ട്, thermal shock resistance ഉണ്ട്. അതാണ് പറഞ്ഞത് ഹൈ ടെമ്പറേച്ചർ റെസിസ്റ്റൻസ് ഉണ്ടെന്നുള്ളത്. യൂസ്ഡ് ഇൻ കെമിക്കൽ ഇൻഡസ്ട്രീസ്, ലാബ് അപ്പാരറ്റസ് എക്സെട്ര. ഇതായിരുന്നു ബോറോസിലിക്കേറ്റ് ഗ്ലാസ് ഓർ പൈറക്സ്. Which one of the following statements about glass is not correct? Glass is often said to be a supercooled liquid. Glass has no definite melting point. Soda glass is harder than Pyrex glass. Boron is present in Pyrex glass. അപ്പോൾ ഇതിൽ ഓപ്ഷൻ എ നോക്കുകയാണെങ്കിൽ ഗ്ലാസ് ഇസ് ഓഫൺ റെഫേർഡ് ടു ആസ് സൂപ്പർ കൂൾഡ് ലിക്വിഡ്. അത് ശരിയാണ്. ഗ്ലാസിൻ്റെ ഒരു ഫ്ലൂയിഡിറ്റി, ആ ഒരു ബിഹേവിയർ കാരണം ഇതിനെ സൂപ്പർ കൂൾഡ് ലിക്വിഡ് എന്ന് നമ്മൾ വിളിക്കാറുണ്ട്. മോൾട്ടൺ ഫോമിലുള്ള ഫ്ലൂയിഡിറ്റിയാണ് ഉദ്ദേശം. ഗ്ലാസ് ഹാസ് നോ ഡെഫിനിറ്റ് മെൽറ്റിംഗ് പോയിന്റ്. അതും ശരിയാണ്.
ഗ്ലാസ്സിലെ ഇൻഗ്രീഡിയൻസ് വേരി ചെയ്യുന്നതനുസരിച്ച് ഇതിൻ്റെ മെൽറ്റിംഗ് പോയിന്റിലും വ്യത്യാസം വരും. നമുക്ക് പല ടൈപ്സ് ഓഫ് ഗ്ലാസ് ഉണ്ടല്ലോ. ഇപ്പം നമ്മൾ തന്നെ പഠിച്ച ബോറോസിലിക്കേറ്റ് ഗ്ലാസ് ഉണ്ട്, അതേപോലെ സോഡ ലൈം ഗ്ലാസ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാ ഇൻഗ്രീഡിയൻസിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ ഇൻഗ്രീഡിയൻസ് വേരി ചെയ്യുന്നതനുസരിച്ച് ഗ്ലാസിൻ്റെ മെൽറ്റിംഗ് പോയിന്റിലും വ്യത്യാസം വരും. അപ്പോൾ അതുകൊണ്ട് ഒരു ഡെഫിനിറ്റ് മെൽറ്റിംഗ് പോയിന്റ് നമുക്ക് പറയാൻ പറ്റില്ല. സോഡ ഗ്ലാസ് ഇസ് ഹാർഡർ ദെൻ പൈറക്സ് ഗ്ലാസ്. ഇത് തെറ്റാണ്. നമ്മൾ ആദ്യം പഠിച്ച ക്വസ്റ്റിനിൽ തന്നെ സോഡ ഗ്ലാസിനെ സോഫ്റ്റ് ഗ്ലാസ് എന്ന് വിളിക്കാറുണ്ടെന്ന് പറഞ്ഞു. കാരണം ഇതിന് വളരെ ഹൈ ടെമ്പറേച്ചേഴ്സിന് ഒന്നും റെസിസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ലോവർ ടെമ്പറേച്ചേഴ്സിൽ തന്നെ ഇതിനെ മെൽറ്റ് ചെയ്തെടുക്കാൻ പറ്റും. എന്നാൽ പൈറക്സ് ഗ്ലാസ്, ഇപ്പോൾ തൊട്ട് മുന്നേ പഠിച്ച ബോറോസിലിക്കേറ്റ് ഗ്ലാസ് എന്ന് വെച്ചാൽ ഹൈ ടെമ്പറേച്ചർ റെസിസ്റ്റൻസ് ഉള്ളതാണ്. ഹൈ ടെമ്പറേച്ചേഴ്സിൽ ഇത് മെൽറ്റ് ആവത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതിനെ ഹാർഡ് ഗ്ലാസ് എന്നും വിളിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് കമ്പാരിറ്റീവ്ലി നമ്മൾ പറയുമ്പോൾ പൈറക്സ് ഗ്ലാസ് ആണ് സോഡ ഗ്ലാസിനെക്കാട്ടിലും ഹാർഡറായിട്ട് വരുന്നത്. അപ്പോൾ ഈ ഓപ്ഷൻ സി തെറ്റാണ്. ഓപ്ഷൻ ഡി, ബോറോൺ ഇസ് പ്രസൻറ്റ് ഇൻ പൈറക്സ് ഗ്ലാസ്. ഇതിപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തേ ഉള്ളൂ. ബോറിക് ആസിഡ് അല്ലെങ്കിൽ ബോറോൺ നമ്മൾ പൈറക്സ് ഗ്ലാസിൻ്റെ മാനുഫാക്ചറിങ്ങിനായിട്ട് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ കറക്റ്റ് ആൻസർ ഇതിൽ വരുന്നത് ഓപ്ഷൻ സി ആണ്. Which among the following statements is false regarding glass? It absorbs UV light. It consists of silicates of sodium and alkali. All the halogen acids are stored in glass bottles. HF, hydrogen fluoride, causes marking on glass. Okay. ആദ്യത്തെ ഓപ്ഷൻ നോക്കാം. ഗ്ലാസ്സിന് യു വി ലൈറ്റിനെ അബ്സോർബ് ചെയ്യാനുള്ള കഴിവുണ്ട്. അപ്പോൾ ആദ്യത്തെ ഓപ്ഷൻ കറക്റ്റാണ്. രണ്ടാമത്തേത് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് സിലിക്കേറ്റ്സ് ഓഫ് സോഡിയം ആൻഡ് ആൽക്കലി. അതും കറക്റ്റാണ്. സിലിക്കേറ്റ്സ് ആണ് ഗ്ലാസിൻ്റെ മാനുഫാക്ചറിങ്ങിനായിട്ട് നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ്. ഇനി ഓൾ ഹാലജൻ ആസിഡ്സ് ആർ സ്റ്റോർഡ് ഇൻ ഗ്ലാസ് ബോട്ടിൽസ്. ഇവിടെ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. കാരണം ഈ ഹാലജൻ ആസിഡ്സിൽ വരുന്ന ഒരു ആസിഡാണ് ഹൈഡ്രജൻ ഫ്ലൂറൈഡ്. നമുക്ക് ഓപ്ഷൻ ഡിയിൽ തന്നിരിക്കുന്ന ഹൈഡ്രജൻ ഫ്ലൂറൈഡ് ഒരു ഹാലജൻ ആസിഡാണ്. അത് നമുക്ക് ഗ്ലാസ് ബോട്ടിൽസ് സ്റ്റോർ ചെയ്യാൻ പറ്റില്ല. കാരണം ഹൈഡ്രജൻ ഫ്ലൂറൈഡിന് ഗ്ലാസിനെ ഡിസോൾവ് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ട്. ഇപ്പോൾ ഗ്ലാസ് മിക്ക കെമിക്കൽസിനും അല്ലെങ്കിൽ ആസിഡ്സിനെയും റെസിസ്റ്റ് ചെയ്യുമെങ്കിലും ഈ ഹൈഡ്രജൻ ഫ്ലൂറൈഡിനെ റെസിസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിത് ഹൈഡ്രജൻ ഫ്ലൂറൈഡ് ഗ്ലാസ് ബോട്ടിൽസിൽ സ്റ്റോർ ചെയ്യാൻ പറ്റില്ല. അപ്പം ബാക്കി ഹാലജൻ ആസിഡ്സ് ഒക്കെ സ്റ്റോർ ചെയ്യാൻ പറ്റും. പക്ഷേ ഈ ഹൈഡ്രജൻ ഫ്ലൂറൈഡിന് മാത്രം ഗ്ലാസിനെ മെൽറ്റ് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ട്. അപ്പോൾ ഓപ്ഷൻ സി തെറ്റാണ്. ഇനി ഓപ്ഷൻ ഡിയിൽ ഹൈഡ്രജൻ ഫ്ലൂറൈഡ് കോസസ് മാർക്കിംഗ് ഓൺ ഗ്ലാസ്. അത് ശരിയാണ്. ഗ്ലാസ്സിലെ മാർക്കിങ്സ് ഗ്രൂവ്സ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യാൻ ഹൈഡ്രജൻ ഫ്ലൂറൈഡ് യൂസ് ചെയ്യാറുണ്ട്. കാരണം ഇറ്റ് ക്യാൻ ഡിസോൾവ് ഗ്ലാസ്. ഇപ്പോൾ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ സി. Hydrogen fluoride causes marking on glass as glass dissolves in hydrogen fluoride with the liberation of silicon tetrafluoride gas. Except HF, all the halogen acids are stored in glass bottles. Which of the following statements is false? Silica glass is used in laboratory glasswares. Borosilicate glass is used to make light bulbs. Bulbs are made using lead glass. Violet color in glass is produced by adding manganese dioxide. ഓക്കെ, ഇവിടെ ഇപ്പം നമ്മളിപ്പം പഠിച്ച യൂസുകളിൽ ഇപ്പം നമ്മൾ ബോറോസിലിക്കേറ്റ് ഗ്ലാസ് പഠിക്കുന്നുണ്ട്, സോഡ ലൈം ഗ്ലാസ് ഉണ്ട്, ടിൻറ്റഡ് ഗ്ലാസ്, അതേപോലെ ഫോട്ടോഗ്രാഫിക് ഫിലിംസിലൊക്കെ യൂസ് ചെയ്യുന്ന ഗ്ലാസിനെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് വരാത്തൊരു ആപ്ലിക്കേഷൻ ആയിരുന്നു ഈ ബോറോസിലിക്കേറ്റ് ഗ്ലാസ് ഇസ് യൂസ് ടു മേക്ക് ലൈറ്റ് ബൾബ്സ് എന്നുള്ളത്. അപ്പോൾ ഈ ലൈറ്റ് ബൾബ്സ് മാനുഫാക്ചർ ചെയ്യാൻ എങ്ങനത്തെ ഗ്ലാസ്സാണ് യൂസ് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പം നമുക്ക് ടൈപ്സ് ഓഫ് ഗ്ലാസ്സിൽ മേജർ ടൈപ്സിൽ ആദ്യം സിലിക്ക ഗ്ലാസ് വരുന്നുണ്ട്. സിലിക്ക ഗ്ലാസ് നമ്മൾ ലബോറട്ടറി ഗ്ലാസ് വെയർസ്, അതായത് ടെമ്പറേച്ചർ അപ്ലൈ ചെയ്യേണ്ടാത്ത അപ്പാരറ്റസ്, ഗ്ലാസ് അപ്പാരറ്റസ് ഒക്കെ മാനുഫാക്ചർ ചെയ്യാൻ നമ്മൾ സിലിക്ക ഗ്ലാസ്, അതായത് നമ്മുടെ സോഡ ലൈം ഗ്ലാസ് യൂസ് ചെയ്യാറുണ്ട്. ഇറ്റ് ഈസ് അൺറിയാക്റ്റീവ് ടുവേർഡ്സ് ആസിഡ്സ് ആൻഡ് ആൽക്കലീസ്. ഇനി ബോറോസിലിക്കേറ്റ് ഗ്ലാസ് നമ്മൾ ടെമ്പറേച്ചർ റെസിസ്റ്റൻ്റ് ആയതുകൊണ്ട് തന്നെ കുക്കിംഗ് യൂട്ടൻസിൽസ് മാനുഫാക്ചർ ചെയ്യാനൊക്കെ യൂസ് ചെയ്യാറുണ്ട്. ഇറ്റ് ഈസ് ഡ്യൂറബിൾ ആൻഡ് റെസിസ്റ്റൻറ്റ് ടു കെമിക്കൽ ചേഞ്ച്. ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രിയിൽ മെഡിസിൻസ് സ്റ്റോർ ചെയ്യാനൊക്കെ യൂസ് ചെയ്യും. അതേപോലെ നമ്മൾ കുക്കിംഗ് യൂട്ടൻസിൽസ് മാനുഫാക്ചർ ചെയ്യാനും ബോറോസിലിക്കേറ്റ് ഗ്ലാസ് യൂസ് ചെയ്യും. പിന്നുള്ളൊരു ടൈപ്പാണ് ലെഡ് ഗ്ലാസ്. ലെഡ് ഗ്ലാസ് നമ്മുടെ സിലബസിൽ സ്പെസിഫൈഡ് അല്ല. ലെഡ് ഗ്ലാസ് നമ്മൾ കൂടുതലും ഈ ലൈറ്റ് ബൾബ്സ് മാനുഫാക്ചർ ചെയ്യാൻ, അതേപോലെ ലെഡ് ഗ്ലാസ്സിന് ലസ്റ്റർ വളരെ കൂടുതലാണ്. അപ്പോൾ ഈ ആർക്കിടെക്ചറൽ പർപ്പസസിന് ഇപ്പം ഷോപ്സിലൊക്കെ, ജ്വല്ലറി ഷോപ്സിലൊക്കെ വളരെ ലസ്റ്റർ കൂടിയുള്ള ഗ്ലാസ് ഷെൽഫ്സ് മാനുഫാക്ചർ ചെയ്യാനൊക്കെ ഈ ലെഡ് ഗ്ലാസ് ആണ് യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് വെരി ക്ലിയർ ആൻഡ് ട്രാൻസ്പെറൻറ്റ്. ലൈറ്റ് ബൾബ്സും ട്യൂബ്സും ഒക്കെ മാനുഫാക്ചർ ചെയ്യാനാണ് ലെഡ് ഗ്ലാസ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഒരു ടൈപ്പാണ് ഒപ്റ്റിക്കൽ ഗ്ലാസ്. നമ്മുടെ ഈ സ്പെക്സിൻ്റെ കണ്ണാടികളുടെ ലെൻസ്, അതേപോലെ നമ്മുടെ ടെലിസ്കോപ്പ്, മൈക്രോസ്കോപ്പ്, ഇതിൻ്റെയൊക്കെ ലെൻസ് മാനുഫാക്ചർ ചെയ്യാനായിട്ട് നമ്മൾ ഒപ്റ്റിക്കൽ ഗ്ലാസ് ആണ് യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് സോഫ്റ്റ് ആൻഡ് ട്രാൻസ്പെറൻറ്റ്. സ്പെക്ടക്കിൾസ്, ലെൻസസ് ആൻഡ് മൈക്രോസ്കോപ്പിക് ലെൻസസ് ഒക്കെ മാനുഫാക്ചർ ചെയ്യുന്നത് ഒപ്റ്റിക്കൽ ഗ്ലാസ് യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ തെറ്റായിട്ട് വരുന്നത് ഈ ബോറോസിലിക്കേറ്റ് ഗ്ലാസ് യൂസ് ചെയ്ത് ലൈറ്റ് ബൾബ്സ് മാനുഫാക്ചർ ചെയ്യാമെന്ന ഓപ്ഷനാണ്.
ലൈറ്റ് ബൾബ്സ് മാനുഫാക്ചർ ചെയ്യാൻ നമ്മൾ ലെഡ് ഗ്ലാസ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഇതിൽ തെറ്റായിട്ട് ഫോൾസ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഓപ്ഷൻ ബി ആണ്. ഓക്കെ, അപ്പോൾ ഇതോടുകൂടെ നമ്മുടെ ഈ ഒരു വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. മറ്റൊരു ടോപ്പിക്കിലെ റീസെൻറ്റ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.